സത്യ ഇതിന്റെ കോളൊന്നും പോകുന്നില്ല. ഫയർഫോഴ്സോ റേഞ്ച് ഓഫീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സഹായങ്ങളും നമുക്ക് കിട്ടിയാണ്. ഇതിപ്പോ നമ്മളെ സഹായിക്കാൻ ഒരാളെ പോലും ഇല്ലാതായല്ലോ. നീ ഒന്ന് സമാധാനിക്ക് ശാലിനി. സമയം ഇങ്ങനെ പോകുന്നോറും എന്റെ പേടി കൂടി കൂടി വരും. എന്റെ വിഷ്ണുവേട്ടാ, ഇങ്ങനെ പോയാൽ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോവും. ശാലിനി നീ ഇങ്ങനെ തളരല്ലേ. എന്റെ കൈയും കാലും ഒക്കെ തളരുന്ന പോലെ തോന്നാം. ഞാനിപ്പോ ഇവിടെ കുഴഞ്ഞു വീഴും. വിഷ്ണുവേട്ടാ, നീ എന്തൊക്കെ കാണിക്കുന്നത്? നമ്മൾ ഇവിടെ തളർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. എടോ നീ ഇങ്ങനെ തളർന്നു പോവല്ലേ. വിഷ്ണുവേട്ടാ, നമ്മൾ അവരെ ഒരു ദുരിതത്തിന് വിട്ടു കൊടുക്കില്ല. എടോ ഞാൻ തരുന്ന വാക്ക. നമ്മുടെ മക്കളെ നമ്മൾ കണ്ടെത്തുക ചെയ്യും. ഇനിയിപ്പോ ഈ ഭാഗത്തല്ല, ഈ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ മക്കളെ രക്ഷിക്കും. ഒന്നില്ലെങ്കിൽ താനും ശാരദാമ്മയ്ക്ക് വിളിക്കുന്ന ദൈവങ്ങളൊന്നുമില്ലേ? പിന്നെ എന്തിനാ പേടിക്കുന്നേ? എടോ അവരില്ല നമുക്കൊരു ജീവിതമുണ്ടോ? പിന്നെ എങ്ങനെ അവരെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോവാ? നോക്ക്, നമ്മൾ അവരെ ഇങ്ങോട്ടേ പോകൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല. കരയില്ലടി, നമ്മുടെ മക്കള് നമുക്ക് തിരിച്ചു കിട്ടും. സത്യ അവിടെ ഒരു കാണിക്ക ഇട്ടിട്ട് പോകൂ. യാത്ര സുഖകരവും ഇവിടം ഒരു പെറ്റമ്മയെ പോലെ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. കുട്ടികളെയും കൊണ്ട് പോകുന്നതല്ലേ, ഒന്ന് കയറി തൊഴുതു വണങ്ങി പോകുന്നത് ഉത്തമമായിരിക്കും. ഒടുവിൽ വീണ്ടും ഇവിടേക്ക് തന്നെ വന്നെത്തിയല്ലേ. ഉഗ്രശക്തിയാ. അതിവിടെ വരുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. അതാണ് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണാനില്ല. ഞങ്ങളെ സഹായിക്കണം.